എല്ലാവർക്കും നമസ്കാരം. ബാബാ സാഹിബും ഭഗവത്ഗീതയും. ബാബാ സാഹിബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ മൂന്നാമത്തെ പ്രസൻറ്റേഷനാണത്. ഈ പ്രസൻറ്റേഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം തന്ന യുക്തിവാദി സംഘം പാലക്കാടിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുക എന്ന സാഹസികതയ്ക്കല്ല ഞാൻ മുതിരുന്നത്. ബാബാ സാഹിബ് ഭഗവത്ഗീതയെക്കുറിച്ച് എന്തു പറഞ്ഞുവോ അത് മാത്രം പറയുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ബാബാ സാഹിബ് ഹിന്ദുയിസത്തെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും ധാരാളം നിശിത വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. റിഡിൽസ് ഓഫ് ഹിന്ദുയിസം മുതലായ പുസ്തകങ്ങളിലൂടെ അതിലും ഒന്നും തൊടാതെ ഭഗവത്ഗീതയെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ ഭഗവത്ഗീതയെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും പഠനങ്ങളും നടത്തുന്നുണ്ട്. ആ പഠനങ്ങളുമായി തട്ടിച്ചു നോക്കി കമ്പയർ ചെയ്ത് സംസാരിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബാബാ സാഹിബ് ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞത് മാത്രം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഒരു ആവറേജ് മലയാളി, കേരളത്തിലെ ഒരു ആവറേജ് ഗ്രാജുവേറ്റ് മലയാളിക്ക് ചില മുൻകൈകളുണ്ടെന്ന്, ചില കാര്യങ്ങളിൽ ചില മുൻകൈകളുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉദാഹരണമായി, അവൻ്റെ ഈസ്തറ്റിക് സെൻസ് അല്പം കൂടുതലാണ്. തുമ്പയും കറുകയും ചെറുതാളിയും കഥകളിയും വേലയും പൂരങ്ങളും ആനച്ചമയും കണ്ടുവളർന്ന മലയാളിക്ക് ഒരല്പം ഈസ്തറ്റിക് സെൻസ് കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവൻ്റെ കമ്മ്യൂണിസത്തോടുള്ള ഒരു ഇഷ്ടവും. അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ വളർന്നു കൊണ്ടായിരിക്കാം ഭഗവത്ഗീതയെക്കുറിച്ചും അവന് ഒരല്പം മികച്ച ധാരണയുണ്ട്, ഒരു അവയർനെസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ആ യുവാക്കളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാബാ സാഹിബ് ഭഗവത്ഗീതയെക്കുറിച്ച് എന്ത് പറഞ്ഞുവോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാനിടയായി എപ്പോഴൊക്കെ നിങ്ങൾക്ക് സന്ദർഭം കിട്ടുന്നുവോ അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു പുതിയ ആംഗിൾ, പുതിയ സിറ്റുവേഷൻ, പുതിയ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അവയർനെസ് ഒരു പുതിയ ആംഗിളിൽ കാണുമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഭഗവത്ഗീതയും ബാബാ സാഹിബും ഭഗവത്ഗീതയും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ബാബാ സാഹിബ് ലണ്ടനിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന ബാബാ സാഹിബ് ഹിന്ദുയിസത്തെക്കുറിച്ച്, ജാതി വ്യവസ്ഥയെക്കുറിച്ച് മനോഹരങ്ങളായ അതിനിശിതങ്ങളായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും പ്രഭാഷണം നടത്തുകയും എഴുതുകയും ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് കമ്പയർ ചെയ്തോ ടച്ച് ചെയ്തോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭഗവത്ഗീതയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഭഗവത്ഗീതയെക്കുറിച്ച് ബാബാ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ബാബാ സാഹിബിൻ്റെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത് റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ഏഷ്യൻ്റ് ഇന്ത്യ എന്ന ഒരു പഠനത്തിലാണ്. റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ. ഇത് അദ്ദേഹം എഴുതുന്നത് ഏകദേശം 1950കളിലാണ് ഈ പുസ്തകം എഴുതുന്നത്. ഏകദേശം 40 അധ്യായങ്ങളിലായി ആണ് അദ്ദേഹം ഈ പുസ്തകത്തെ പ്ലാൻ ചെയ്തിരുന്നത്. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3, ബുക്ക് 7, അങ്ങനെ ഓരോ ബുക്കുകളിലും ഏകദേശം 4-5 അധ്യായങ്ങളുള്ള ഒരു ഏകദേശം 40ഓളം അധ്യായം വരുന്ന ഒരു വൻ പഠന പദ്ധതിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നാൽ അന്നുകാലത്തെ അദ്ദേഹം ഇടപെട്ടിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കൊണ്ടും ആരോഗ്യത്തിലുണ്ടായ ചില ആരോഗ്യപരമായ കാരണങ്ങളാലും ആ പുസ്തകം അദ്ദേഹത്തിന് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. 13 അധ്യായങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് എഴുതി മുഴുമിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിലെ 9ാമത്തെ അധ്യായത്തിലാണ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത്. ആ പ്രൊജക്റ്റിലെ അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിലെ 9ാമത്തെ അധ്യായം ദ ഭഗവത്ഗീത ഫിലോസഫിക് ഡിഫൻസ് ഓഫ് ദ കൗണ്ടർ റവല്യൂഷൻ. ഇതിലാണ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ പ്രധാന ഭാഗം വരുന്നത്.
റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിലെ പഠനമാണ്. അപ്പോൾ എന്താണ് കൗണ്ടർ റെവല്യൂഷൻ, എന്താണ് റെവല്യൂഷൻ എന്ന് ഞാൻ ചെറുതായി ഒന്ന് വിശദീകരിക്കാം. റെവല്യൂഷൻ കൊണ്ടത് റെവല്യൂഷൻ എന്ന പ്രയോഗത്തിലൂടെ ബാബാ സാഹിബ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രീ ബുദ്ധിസ്റ്റ് പ്രീ ജൈനിസ്റ്റ് ഏറയിലുള്ള ഗംഗാട്ടിക് പ്ലെയിനിലുള്ള സാമൂഹിക ക്രമങ്ങളെ ബുദ്ധിസം എങ്ങനെ മാറ്റിമറിച്ചുവോ, ജൈനിസം അതിനെ എങ്ങനെ മാറ്റിമറിച്ചുവോ, അതിനെയാണ് ബാബാ സാഹിബ് റെവല്യൂഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടിയും ചൂതുകളിയും ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നുള്ള തീറ്റയും, ബാബാ സാഹിബ് ഉപയോഗിച്ച വാക്ക് ഡിബോഞ്ചറിയാണ്. ദുരാചാരവും അമിതഭോഗവും മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരു മതരീതികൾ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക ക്രമമാണ് ബുദ്ധിസവും ജൈനസവും ഇന്ത്യയിൽ വേരൂടുന്നതിന് മുമ്പുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രകാശം പോലെ ഒരു പ്രകാശമായി ബുദ്ധിസവും ജൈനിസവും വരികയും ആ കാലത്തെ സോഷ്യൽ ഓർഡറിനെ ഒരു ചെറിയ കാലഘട്ടത്തിനകത്ത് മാറ്റിയെടുക്കുകയും ചെയ്തു. ഇതാണ് റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഇത് അദ്ദേഹം വിശദീകരിക്കുന്നത് ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യ ഓൺ എക്സ്ഹ്യൂമേഷൻ എന്ന ചാപ്റ്ററിൽ പോകുന്നതാണ്. എക്സ്ഹ്യൂമേഷൻ എന്ന് പറഞ്ഞാൽ തോണ്ടിയെടുത്ത്, കുഴിച്ചിട്ടതിനെ തോണ്ടിയെടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം തന്നെ ഏൻഷ്യന്റ് ഇന്ത്യ ഓൺ എക്സ്ഹ്യൂമേഷൻ എന്നാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ദ സ്റ്റേറ്റ് ഓഫ് ആര്യൻ സൊസൈറ്റി എന്ന അധ്യായത്തിൽ ആ ബുദ്ധിസം വരുന്നതിന് മുൻപുണ്ടായിരുന്ന ഗംഗാട്ടി പ്ലെയിനിൻ്റെ ജീവിത രീതികളാണ് അദ്ദേഹം വിവരിക്കുന്നത്. സുരയും സോമവും ഗാംബ്ലിംഗ് ടെന്റുകളും, രാജാക്കന്മാർ ലൈസൻസ് കൊടുത്ത് നടത്തുന്ന ഗാംബ്ലിംഗ് സ്ഥലങ്ങളും, ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നുകൊണ്ടുള്ള യാഗങ്ങളും ഹിംസയും നടമാടിയിരുന്ന ഒരു ജീവിതക്രമം, അതിൽ നിന്ന് ബുദ്ധിസത്തിന്റെ വരവോടുകൂടി, മഹാവീരന്റെ വരവോടുകൂടി ഒരു ദ്രുതഗതി എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിനകത്ത് പല മാറ്റങ്ങളും ഉണ്ടായി. ഇതിനെ ബാബാ സാഹിബ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ കൗണ്ടർ റെവല്യൂഷൻ എന്താണ്? ഈ ബുദ്ധിസത്തിന്റെയും ജൈനസത്തിന്റെയും വരവോടുകൂടി അന്ന് വരെ ഉണ്ടായിരുന്ന ബ്രാഹ്മണിക്കൽ രീതികളിലെ വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളെ പ്രതിരോധിക്കാൻ BC 185 അധികാരത്തിൽ വന്ന പുഷ്യാമിത്ര ശുംഗൻ എന്ന രാജാവ്. പുഷ്യാമിത്ര ശുംഗൻ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സേനാധിപതിയായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ രാജ്യത്തിലെ അവസാനത്തെ രാജാവിൻ്റെ സേനാധിപതിയായിരുന്ന ബ്രാഹ്മണനായിരുന്ന പുഷ്യാമിത്ര ശുംഗൻ ആ രാജാവിനെ വധിച്ചുകൊണ്ട് അധികാരം ഏറ്റെടുക്കുകയും പഴയ രീതികളും യാഗങ്ങൾ മുതലായ പഴയ ബ്രാഹ്മണിക്കൽ ഓർഡർ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനെയാണ് കൗണ്ടർ റെവല്യൂഷൻ എന്ന വാക്കുകൊണ്ട് അംബേദ്കർ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിന് കൗണ്ടർ റെവല്യൂഷൻ എന്ന പദം ഉപയോഗിച്ച് വേറെ ചരിത്രകാരന്മാരാരും ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ബുദ്ധിസത്തിൻ്റെയും ജൈനസത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകൾക്ക് വലിയ മാന്യതയൊന്നും കൊടുത്തില്ല. വേദങ്ങൾക്ക് വലിയ അപ്രാമാദിത്യമൊന്നും കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവരുടെ പഠനം, അവരുടെ ആ ഗുരുക്കന്മാരുടെ പ്രധാന തത്വചിന്ത, ജീവിത രീതി എന്ന് പറഞ്ഞാൽ അഹിംസയിൽ ഉറച്ചതാണ്. അഹിംസ ആൻഡ് കമ്പാഷൻ ടു അതർ ലിവിങ് ബീങ്സ്. മറ്റ് ജീവജാലങ്ങളോടും മറ്റു മനുഷ്യരോടുമുള്ള കമ്പാഷൻ ആണ് മഹാവീരൻ്റെയും ബുദ്ധൻ്റെയും പ്രധാന ആശയം. ഇതാണ് പ്രീ ബുദ്ധിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഓർഡറിന്
കമ്പാഷൻ ടു അതർ ലിവൻ ബീയിങ്സ് എന്നത് താരതമ്യേന ഒരു പ്രധാനപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതി. ഈ ഒരു ചിന്താരീതി അവർക്ക് അപരിചിതമാണെന്ന് വേണിച്ച് നമുക്ക് പറയാം. അവിടെയാണ് പുഷ്യാമിത്രൻ വന്നതുകൊണ്ട്, പുഷ്യാമിത്രൻ തിരിച്ചു വന്ന് പഴയ ചാതുർവർണ്ണ വ്യവസ്ഥകളൊക്കെ നടപ്പാക്കിയെടുക്കുന്നത്, ബ്രാഹ്മണിസത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് വെറും ഒരു ആ കാലഘട്ടത്തിൽ എഴുതിയ, ആ ആവശ്യങ്ങൾക്കായി എഴുതിയ പുസ്തകമാണ് ഭഗവത്ഗീത എന്നാണ് ബാബാ സാഹിബിന്റെ പ്രധാന ആർഗ്യുമെന്റുകളൊന്ന്. ഇത് ഒരു ഭഗവത്ഗീത എന്ന പുസ്തകം എഴുതിക്കൊണ്ട് മാത്രം നേടിയെടുക്കപ്പെട്ടതല്ല, അതൊരു വലിയ പൊളിറ്റിക്കൽ റെവല്യൂഷനും കൂടിയായിരുന്നു. പൊളിറ്റിക്കൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ കൊന്നു, ബുദ്ധന്മാരെ നാടുകടത്തി. ഒരു എഡിറ്റ് തന്നെയുണ്ട്, ഏതെങ്കിലും ബുദ്ധഭിക്ഷുവിന്റെ തല കൊണ്ടുവരുന്നതിന് 100 നാണയം കൊടുക്കുന്നതായിരിക്കും മുതലായ എഡിറ്റുകളുണ്ട്. ഏതെങ്കിലും നിരീശ്വരവാദിയായ ബുദ്ധ സന്യാസികൾ മരിച്ചാൽ, ബുദ്ധന്മാർ മരിച്ചാൽ, ബുദ്ധമത വിശ്വാസികൾ മരിച്ചാൽ തർപ്പണം പോലും ചെയ്യരുത് മുതലായ ബൃഹത്തായ സോഷ്യൽ ഓർഡർ ചേഞ്ചാണ് നടന്നത്. അല്ലാതെ കേവലം ഭഗവത്ഗീത എന്നൊരു പുസ്തകം നടന്ന ഒരു കൗണ്ടർ റെവല്യൂഷൻ ആയിരുന്നില്ല അത്. ആ കാലഘട്ടത്തിൽ എഴുതിയ വേറൊരു പുസ്തകമാണ് മനുസ്മൃതിയും ഭഗവത്ഗീതയും കൗണ്ടർ റെവല്യൂഷന്റെ ഭാഗമായി എഴുതപ്പെട്ട പുസ്തകങ്ങളാണെന്ന് ബാബാ സാഹിബ് പറയുന്നു. മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനു എഴുതിയതല്ല. അംബേദ്കർ പറയുന്നത് അത് സുമതി ഭാർഗവ എന്ന് പറയുന്ന ഒരു വ്യക്തി ബ്രാഹ്മണിക്കൽ ഓർഡറുകളെ, ആ കാലഘട്ടത്തിൽ നിലനിരുന്ന ബ്രാഹ്മണിക്കൽ ഓർഡറുകളെ ക്രോഡീകരിച്ച് എഴുതപ്പെട്ട പുസ്തകമാണ് മനുസ്മൃതി എന്ന് അംബേദ്കർ പറയുകയുണ്ടായി. അതേ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പുഷ്യാമിത്ര സുങ്കൻ എന്ന് ഞാൻ എവിടെയൊക്കെ പറയുന്നുണ്ടോ അത് പുഷ്യാമിത്ര സുങ്കന്റെ നിർദ്ദേശാനുസരണമായിരിക്കാം ഒരുപക്ഷെ ഭഗവത്ഗീത എന്നുകൂടി അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. ഇതാണ് കൗണ്ടർ റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്ന് വെച്ച് ഈ BC 185 മുതൽ BC 149 വരെ ഭരിച്ച പുഷ്യാമിത്രന്റെ കാലത്തോടെ ഇത് അവസാനിച്ചില്ല. അത് വീണ്ടും പല നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഒരു കൗണ്ടർ റെവല്യൂഷൻ ആയിരുന്നു അത്. ഈ കൗണ്ടർ റെവല്യൂഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്രാഹ്മണിക്കൽ ഓർഡർ ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമായിരുന്നു. ഇവിടെ വേറൊരു പോയിന്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഒരു മനു എഴുതിയതല്ല. മനു എന്നത് അന്ന് കാലത്ത് പിന്നീടും ബഹുമാനിക്കപ്പെടുന്ന ഒരു പദമാണ്. സ്വയംഭൂ മനോവംശം. അതുകൊണ്ട് ആ പേര് സ്വീകരിച്ചുകൊണ്ട് സുമതി ഭാർഗവൻ ക്രോഡീകരിച്ച പുസ്തകമാണ് മനുസ്മൃതി. ഞാൻ ഇനി കുറച്ച് ബുദ്ധനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു, എന്താണ് കൗണ്ടർ റെവല്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് ബുദ്ധനെ കുറിച്ച് പറയുന്നു. ബുദ്ധനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, സിദ്ധാർത്ഥ ഗൗതമൻ കപിലവസ്തുവിലെ രാജാവായി ജനിച്ചു. യാതൊരു കഷ്ടപ്പാടുമില്ലാതെ അദ്ദേഹം സ്വന്തം പുത്രനെ വളർത്തി. അദ്ദേഹത്തിന് ഒരു വചനമുണ്ടായിരുന്നു. ജാതകം നോക്കിയ ഗുരുക്കന്മാർ പറഞ്ഞു, ഈ നിങ്ങളുടെ പുത്രൻ സന്യാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവൻ രാജാവാകുകയാണെങ്കിൽ ഒരു സാമ്രാജ്യപതിയാവും, അല്ലെങ്കിൽ അവൻ സന്യാസം സ്വീകരിച്ച് പോവുകയാണെങ്കിൽ അവനൊരു എൻലൈൻമെന്റൽ സോളാവും എന്നൊക്കെയുള്ള ഇൻഫോർമേഷൻ പ്രകാരം കപിലവസ്തുവിലെ രാജാവായിരുന്ന യശോധനൻ പുത്രനെ യാതൊരുവിധ ദുഃഖങ്ങളുമില്ലാതെ എല്ലാ ലക്ഷറിയിലുമാണ് വളർത്തിയത്. എന്നാൽ ഒരു നാൾ അദ്ദേഹം പട്ടണത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അശരണരെയും രോഗാതുരരെയും കാണാനിടയായി, മരണം കാണാനിടയായി. ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെ പലതും കാണാനുണ്ടായി. അദ്ദേഹത്തിന് വിരക്തി ഉണ്ടായി.
ഇതിനെന്തായി എന്തെങ്കിലും കാരണം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ട് രാത്രി കുതിരപ്പുറത്ത് നിന്ന് കപിലവസ്തു നിന്ന് രക്ഷപ്പെട്ടു പരിവ്രാജകനായി പോയി എന്നതാണ് നമ്മൾ ബുദ്ധനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ജീവചരിത്രം. എന്നാൽ അംബേദ്കർ ഈ ആശയത്തോട് യോജിക്കുന്നില്ല. അംബേദ്കർ പറയുന്നത് 29ാമത്തെ വയസ്സിലാണ് ഗൗതമ ബുദ്ധൻ വീട് വിട്ടിറങ്ങുന്നത്. 29 വയസ്സ് വരെ ഒരു വ്യക്തി ദുഃഖങ്ങളും മരണങ്ങളും സമുദായത്തിൽ നടമാടുന്ന കഷ്ടപ്പാടുകളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിരക്കുന്നതല്ല എന്നതാണ് അംബേദ്കറുടെ ആശയം. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ഗൗതമ ബുദ്ധൻ BC 563 ഒരു വൈശാഖ പൗർണമി നാളിലാണ് ജനിച്ചത്. അന്ന് കാലത്തെ ഗംഗാട്ടി പ്ലെയിനിൽ വലിയ രാജ്യങ്ങളൊന്നും നിലവിൽ വന്നിരുന്നില്ല. എന്ന് വെച്ചാൽ അശോകന്റെ സാമ്രാജ്യം പോലെ അഫ്ഗാനിസ്ഥാൻ മുതൽ ബർമ്മ വരെ പരന്നു കിടക്കുന്ന സാമ്രാജ്യങ്ങളൊന്നും അന്ന് രൂപാന്തരപ്പെട്ടിരുന്നില്ല. കുറെ രാജ്യങ്ങളും കുറെ ജനപദങ്ങളും ഗണം എന്ന് വിളിക്കുന്ന ജനപദങ്ങളും മാത്രമാണ് ഗംഗാട്ടി പ്ലെയിനിൽ ഉണ്ടായിരുന്നത്. ജനപദം ഗണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ അതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നാട്ടുരാജ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കോസലം, മഗധം, അംഗം മുതലായ രാജ്യങ്ങളും കപിലവസ്തു, കോലി, വൈശാലി മുതലായ ചില ഗണപദങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. ഗണപദങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി റിപ്പബ്ലിക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട സിദ്ധാർത്ഥ ഗൗതമന്റെ അച്ഛൻ ഒരു രാജാവ് എന്ന കൺവെൻഷണൽ സെൻസിൽ ഒരു രാജാവായിരുന്നില്ല. അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തതായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പ്രഭുക്കന്മാരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവ്. ഗൗതമ ബുദ്ധൻ ജനിക്കുന്ന സമയത്ത് യശോധനൻ എന്ന തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായിരുന്നു കപിലവസ്തുവിലെ രാജാവ്. അപ്പൊ കപിലവസ്തു, കോലി, വൈശാലി മുതലായ ഗണപദങ്ങൾ, അംബേദ്കർ അതിനുപയോഗിച്ച വാക്ക് പാരാമൗൺസി എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വയം ഒരു ഏകദേശം റിപ്പബ്ലിക്കായ നാട്ടുരാജ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാം. ഗൗതമ ബുദ്ധൻ വീട് വിട്ടാൻ ഇറങ്ങാൻ ഇടയായത് അതിനെ അംബേദ്കർ വിശദീകരിക്കുന്ന അംബേദ്കർ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളെ ആശ്രയിച്ച് പറയുന്ന കാരണം എങ്ങനെയാണ്? കപിലവസ്തുവിന് അതിര് കിടക്കുന്ന വേറൊരു രാജ്യമാണ് കോലി. 2 റിപ്പബ്ലിക്കുകളായിരുന്നു. അതിന് മധ്യേ ഒഴുകുന്ന രോഹിണി നദിയെ, മധ്യയല്ല അതിനെതിരായി ഒഴുകുന്ന രോഹിണി നദിയുടെ വേനൽക്കാലങ്ങളിലോ മറ്റോ വെള്ളം പങ്കുവെക്കുന്നതിനെ ചൊല്ലി ഈ 2 രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സംഘർഷത്തിലായിരുന്നു. പലപ്പോഴും അവർ തമ്മിൽ അതിനു വേണ്ടി ഒരു അഗ്രിമെന്റിൽ വരികയുണ്ടായി. അതായത് ഒരു വർഷം കോലി രാജ്യക്കാർ ആദ്യം വെള്ളമെടുത്താൽ പിന്നീട് അടുത്ത വർഷം കപിലവസ്തു ആ നദിയിലെ വെള്ളം ഉപയോഗിക്കുക എന്ന ഒരു അഗ്രിമെന്റാണ് നിലനിന്നിരുന്നത്. എന്നാൽ സിദ്ധാർത്ഥ ഗൗതമന് ഏകദേശം 28 വയസ്സായ ഒരിക്കൽ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് കോലിക്കാർ ഈ അഗ്രിമെന്റ് തെറ്റിക്കുകയും കോലിയിലെ കുറച്ച് വ്യക്തികളും കപിലവസ്തുവിലെ കുറെ വ്യക്തികളും തമ്മിൽ ഈ കാര്യത്തിൽ വലിയ ചെറിയൊരു സംഘർഷമുണ്ടായി. ഇതറിഞ്ഞ കപിലവസ്തുവിലെ സേനാധിപതി വളരെ അസ്വസ്ഥനായി. അദ്ദേഹം കോലിയുമായി യുദ്ധം പ്രഖ്യാപനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് കാലത്ത് ഒരു കാര്യങ്ങളൊക്കെ കപിലവസ്തുവിൽ തീരുമാനിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കപിലവസ്തുവിന് ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അംഗത്വമുണ്ട്. ആ സംഘത്തിന്റെ കൗൺസിൽ കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്.
അപ്പോൾ കപിലവസ്തുവിന്റെ സേനാനായകൻ കോലിയുമായി യുദ്ധത്തിന് പോകണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ കൗൺസിൽ വിളിച്ചു കൂട്ടുകയും മീറ്റിംഗ് നടത്തുകയും ചെയ്തു. ആ മീറ്റിങ്ങിൽ വെച്ച് ഗൗതമ ബുദ്ധനും ആ കൗൺസിലിലെ അംഗമായിരുന്നു. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, നമ്മൾക്ക് ഈ കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കണം എന്നും യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നും സമാധാനമാണ് വഴി എന്നൊക്കെ സിദ്ധാർത്ഥ ഗൗതമനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ചു പേരും ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ സൈന്യാധിപന്റെ കാഴ്ചപ്പാടിനോട് ആണ് ഭൂരിപക്ഷം കപിലവസ്തുവിന്റെ സംഘാംഗങ്ങളും, അതായത് യുദ്ധം പ്രഖ്യാപിക്കണമെന്നാണ് കപിലവസ്തുവിലെ ഭൂരിപക്ഷം, ആ കൗൺസിലിലെ സംഘാംഗങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം, അപ്പോൾ സംഘത്തിലെ ഒരാൾ എണീച്ചെന്ന് പറഞ്ഞു, സംഘത്തിലെ ഒരാൾ പറഞ്ഞു, സിദ്ധാർത്ഥ ഗൗതമൻ തന്നെ പറഞ്ഞു, നമ്മൾ കോലിയുമായി യുദ്ധത്തിന് പോവുകയാണെങ്കിൽ വേറൊരു പ്രധാന പ്രശ്നങ്ങളോടും കൂടിയുണ്ട്. കോസല രാജ്യമാണ് കപിലവസ്തുവിന്റെയും കോലിയുടെയും അതിർത്തി പ്രദേശമായ ഉത്തർപ്രദേശിന്റെ വടക്കേ ഇന്ത്യയിൽ കിടക്കുന്ന ഒരു രാജ്യം കോസലമാണ്. ഈ കപിലവസ്തുവും കോലിയുമെല്ലാം ഒരു തരത്തിൽ ഒരു സാമന്ത രാജ്യം എന്ന് വെച്ചാൽ പറയാം. ഞാൻ ലൂസായി ഉദ്ധരിക്കുന്ന വാക്കാണ്, സാമന്ത രാജ്യമാണെന്ന് പറയാം. അപ്പോൾ സിദ്ധാർത്ഥ ഗൗതമൻ പറഞ്ഞ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോലിയുമായി യുദ്ധത്തിന് ചെന്നാൽ കോസലക്കാര് നമ്മളോട് കൂടുതൽ നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾ കൂടുതൽ ഇടവരുത്തുക മാത്രമേ അതിന് സഹായിക്കുകയുള്ളൂ എന്നും കൂടി സിദ്ധാർത്ഥ ഗൗതമൻ ആ കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വാദം സൈന്യാധിപന് ശരിയായി തോന്നി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. ഈ കൗൺസിൽ മീറ്റിംഗ് പിറ്റേന്നും കൂടി അന്നും യുദ്ധത്തിന് പോകാൻ തന്നെയായിരുന്നു കൗൺസിലിന്റെ തീരുമാനം. കൗൺസിലിലെ എല്ലാ അംഗങ്ങളുടെയും അവരുടെ അഭിപ്രായം. പക്ഷേ ആ സംഘങ്ങളുടെ കപിലവസ്തുവിലെ സംഘത്തിന്റെ തീരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു തീരുമാനമെടുത്ത് യുദ്ധത്തിന് പോകാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ 20 മുതൽ 50 വയസ്സ് പ്രായമുള്ള എല്ലാവരും പങ്കെടുക്കണം. എന്നാൽ സിദ്ധാർത്ഥ ഗൗതമൻ യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ തീരുമാനത്തെ പാലിക്കാത്ത സംഘങ്ങളുടെ അവരുടെ നിയമാവലി എന്താണെന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ ഈ വ്യക്തിയെയും കുടുംബത്തെയും നാടുകടത്തണം, അവരുടെ പ്രോപ്പർട്ടി മുഴുവൻ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നവരെ അല്ലെങ്കിൽ സംഘത്തിന്റെ തീരുമാനങ്ങളെ വിസമ്മതിക്കുന്നവരെ വധിക്കണം. ഇതാണ് അവിടെ നിലനിന്നിരുന്ന ആ സംഘങ്ങളുടെ പൗരാണികമായ തീരുമാനം. പക്ഷേ സിദ്ധാർത്ഥ ഗൗതമൻ രാജാവിന്റെ മകനാണ്. ഏകദേശം വലിയൊരു ഭൂവുടമയും കൂടിയായിരുന്നു യശോധരൻ. 1000 ഉഴവ് പോലെ ഉള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭൂവുടമയുടെ വിസ്തൃതി വിവരിക്കുന്നത് 1000 ഉഴവുകോലിന്റെ ഉടമയായിരുന്നു യശോധരൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മുഴുവൻ കണ്ടുകെട്ടി കുടുംബത്തെ നാടുകടത്തുക എന്ന അസാധാരണമായ സിറ്റുവേഷൻ വന്നാൽ എന്താവും, തൻ്റെ കുടുംബത്തിന് എന്താകും എന്ന ചിന്തയും സിദ്ധാർത്ഥ ഗൗതമന് ഉണ്ടാകുകയും, അതുകൊണ്ട് അദ്ദേഹം ആ കൗൺസിൽ മീറ്റിംഗിൽ പ്രപ്പോസൽ വെച്ചു, ഞാൻ വീട് വിട്ട് ഇറങ്ങിക്കോളാം, നാട് വിട്ടിറങ്ങിക്കോളാം, എൻ്റെ കുടുംബത്തെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുത്തരുത് എന്ന ഒരു വാദം സിദ്ധാർത്ഥ ഗൗതമൻ ആ മീറ്റിംഗിൽ വയ്ക്കുകയുണ്ടായി. അത് എല്ലാവർക്കും അക്സെപ്റ്റബിളായി. പക്ഷേ സംഘത്തിലെ വേറൊരംഗം പറഞ്ഞു, സിദ്ധാർത്ഥ ഗൗതമൻ വീട് വിട്ടിറങ്ങുകയും അതും അടുത്ത് തന്നെ സിദ്ധാർത്ഥ ഗൗതമൻ വീട് വിട്ടിറങ്ങുകയും യുദ്ധം തുടങ്ങുകയും ചെയ്താലും കോസലക്കാർ ഇതറിയും, അവരത് മനസ്സിലാക്കും. സിദ്ധാർത്ഥ ഗൗതമന്റെ തിരോധാനവും
യുദ്ധവും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാകാൻ ഇടവന്നാൽ വീണ്ടും കോസല രാജ്യത്തിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വേറൊരു അന്നത്തെ കൗൺസിൽ മീറ്റിംഗിൽ ഒരു സംഘാംഗം പറയുകയുണ്ടായി. അപ്പോൾ ഒരു തീരുമാനമെടുത്തു. സിദ്ധാർത്ഥ ഗൗതമൻ പരിവ്രാജകനായി ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം കുറച്ച് താമസത്തിന് ശേഷം കോലിയുമായി യുദ്ധപ്രഖ്യാപനം നടത്താം എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് സിദ്ധാർത്ഥ ഗൗതമൻ പരിവ്രാജകനായി ഇറങ്ങുന്നത്. അല്ലാതെ രാത്രി ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട്, കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറിപ്പോയതല്ല. അദ്ദേഹം ആ തീരുമാനത്തിന് ശേഷം കപിലവസ്തുവിൻ്റെ സാമ്യത്ത് തന്നെ ഉണ്ടായിരുന്ന ഭരദ്വാജാശ്രമത്തിൽ ചെന്ന് തലമുണ്ടനം ചെയ്ത് ദീക്ഷ സ്വീകരിച്ച് ഇതിനൊക്കെ ആ വാർത്ത കപിലവസ്തുവിൽ മുഴുവൻ പ്രചരിക്കുകയും കപിലവസ്തുവിൽ ജനങ്ങൾ മുഴുവൻ യശോധനനും സിദ്ധാർത്ഥ ഗൗതമൻ്റെ വളർത്തമ്മയായ സിദ്ധാർത്ഥ ഗൗതമൻ ജനിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ അമ്മ മായാദേവി മരിക്കുകയാണ് ഉണ്ടായത്. അവരെ വളർത്തിയത് രണ്ടാനമ്മയായ മഹാപ്രജാപതി ഗൗതമി എന്ന അവരുടെ രണ്ടാനമ്മയാണ് സിദ്ധാർത്ഥ ഗൗതമന് വളർത്തിയുണ്ടായത്. യശോധനനും സിദ്ധാർത്ഥ ഗൗതമനും കരഞ്ഞുകൊണ്ട് കപിലവസ്തുവിലെ ജനതതി മുഴുവൻ ഭരദ്വാജാശ്രമത്തിൽ വരികയുണ്ടായി. ഈ തലമുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രം ധരിച്ച സിദ്ധാർത്ഥ ഗൗതമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ യശോദയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാനസിക അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ കുട്ടി അവരെന്ത് വിചാരിക്കും, അവരെങ്ങനെ പെരുമാറും എന്ന സിദ്ധാർത്ഥന് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ ധൈര്യവതിയായി തന്നെ അവർ പറഞ്ഞു, എനിക്ക് നമ്മുടെ കുടുംബത്തിന് കഷ്ടപ്പാട് വരുത്താതിരിക്കുന്ന നിങ്ങളുടെ തീരുമാനം നല്ലതായി എന്നാണ് അവർ പറഞ്ഞത്. എനിക്കും നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൈക്കുഞ്ഞായ ഈ രാഹുലിനെ ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് യശോദ പറയുകയുണ്ടായി. അങ്ങനെയാണ് എല്ലാവരാലും അനുഗമിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ ഗൗതമൻ പരിവ്രാജകനായി കപിലവസ്തു വിട്ടിറങ്ങുന്നത്. അല്ലാതെ നമ്മൾ കഥാപുസ്തകങ്ങളും സിനിമയിലും കണ്ടതുപോലെ രാത്രി കുതിരപ്പുറത്ത് കയറി സിദ്ധാർത്ഥ ഗൗതമൻ കപിലവസ്തുവിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല. അങ്ങനെ ഇറങ്ങിയ സിദ്ധാർത്ഥ ഗൗതമൻ ഇന്നത്തെ നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ ഏകദേശം 100-600 കിലോമീറ്റർ വെളിയിൽ വന്ന് അവിടെ ഒരു പർണശാല കെട്ടി താമസിക്കുകയാണ് ഉണ്ടായത്. അത് ബിംബിസാര രാജാവിൻ്റെ അതിഥിയായിരുന്നു. ബിംബിസാര രാജാവ് ഈ വർത്തമാനം കേൾക്കുകയും സിദ്ധാർത്ഥ ഗൗതമനെ അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായി. എന്നാൽ സിദ്ധാർത്ഥ ഗൗതമൻ അത് അംഗീകരിക്കാതെ ആ പർണശാലയിൽ തന്നെ തുടർന്നു. അതിന് പരിസരങ്ങളിൽ ഈ പരിവ്രാജകം ആയ മോങ്കുകൾ, ധാരാളം മെൻഡിക്കൻറ്റുകൾ ഉള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെ അവരുമായി പരസ്പരം ദൈക്ഷണിക കാര്യങ്ങളുമായി മെഡിറ്റേഷനുമായി സിദ്ധാർത്ഥ ഗൗതമൻ ജീവിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കോലിയുമായുള്ള അവരുടെ സംഘർഷം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്തു. അതിനുശേഷം കപിലവസ്തുവിൽ നിന്ന് കുറച്ചു പേർ വന്ന് സിദ്ധാർത്ഥ ഗൗതമനോട് കോലിയുമായുള്ള സംഘർഷം തീർന്നു, നിങ്ങൾ തിരിച്ച് കപിലവസ്തുവിലേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും സിദ്ധാർത്ഥ ഗൗതമൻ അതിന് സമ്മതം കൊടുക്കാതെ പരിവ്രാജക ബുദ്ധിയിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത്. 29 വയസ്സിലാണ് സിദ്ധാർത്ഥ ഗൗതമന് 29 വയസ്സുണ്ടാകുമ്പോഴാണ് അങ്ങനെ കപിലവസ്തുവിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത് 35 വയസ്സിലാണ്. അതിനുശേഷം 45 വർഷത്തോളം 80 വയസ്സോളം ബുദ്ധിസ്റ്റ് ധർമ്മങ്ങളെ പ്രചരിപ്പിച്ച് നടക്കുകയായിരുന്നു ബുദ്ധൻ. അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത്
ബോധ്ഗയയെ വെച്ചാണെന്ന് അറിയാമല്ലോ. അതായത് പാറ്റ്നയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്ത് തെക്കോട്ട് യാത്ര ചെയ്താൽ എത്തുന്ന പ്രദേശമാണ് ഈ ബോധ്ഗയ. ആ ബോധ്ഗയയിൽ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം പല രാത്രികൾ അസ്വസ്ഥനായി നടക്കുകയും ഒരു നാൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ബാബാ സാഹിബ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 4 ആഴ്ച തുടർച്ചയായ മെഡിറ്റേഷൻ്റെയും ചിന്തനങ്ങളുടെയും ഭാഗമായാണ് ഇന്ന് കാണുന്ന ബുദ്ധിസ്റ്റ് ആശയങ്ങൾ നമ്മൾ ഉരുത്തിരിഞ്ഞതെന്നാണ് അംബേദ്കർ പറയുന്നത്. ആദ്യത്തെ 4 സ്റ്റേജുകളായാണ് അത് സംഭവിച്ചത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഹി കാൾഡ് ഫോർ റീസൺ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. റീസണേയും ഇൻവെസ്റ്റിഗേഷനെയും കുറിച്ച് അദ്ദേഹം വളരെയേറെ നിരതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ചീത്ത ചിന്തകൾ അദ്ദേഹത്തെ ഒരുപാട് അസ്വസ്ഥനാക്കുകയും അദ്ദേഹം ആ ബോധ്ഗയയിലെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അവസാനം അദ്ദേഹം സ്വന്തം മനസ്സിൻ്റെ ചിന്തകളെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നത് പോലെ ഉള്ള നെഗറ്റീവ് തോട്ട്സിനെ അദ്ദേഹം അവസാനം കൺട്രോൾ എടുക്കുകയാണ് ഉണ്ടായത്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബുദ്ധൻ്റെ എൻലൈറ്റൻമെൻറ്റ്. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും കോൺസെൻട്രേഷൻ ആക്കി ഈക്വാനിമിറ്റി ഉണ്ടായി, ഈക്വാനിമിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായി, ഈക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് മൈൻഡ്ഫുൾനെസ് ഉണ്ടായി. അങ്ങനെ ഉണ്ടായ അവസ്ഥയെയാണ് നമ്മൾ ബോധോദയം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച സിദ്ധാർത്ഥ ഗൗതമൻ, ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥ ഗൗതമൻ തൻ്റെ പഴയ മെൻഡിക്കൻ്റ് സഹവർത്തികളെ അന്വേഷിച്ചു പോവുകയും അദ്ദേഹത്തിന് അറിയാനിടയായി അവർ വാരണാസിയിലേക്ക് പോയിരിക്കുന്നു. വാരണാസിയിലെ ഡിയർ പാർക്കിൽ സാരാനാഥിലാണ് അവരുള്ളതെന്ന് മനസ്സിലാക്കി അദ്ദേഹം സാരാനാഥിലേക്ക് പോയി. സാരാനാഥ് എന്ന് പറഞ്ഞാൽ വാരണാസിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശമാണ് ഈ സാരാനാഥ്. മാത്രമല്ല പണ്ട് മുതലേ ഇന്ത്യയിലെ അറിവിൻ്റെ സെൻറ്ററും കൂടിയാണ് വാരണാസി. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം ബുദ്ധൻ വാരണാസിയിലേക്ക് പോയത്. അതായത് ബോധ്ഗയയിൽ നിന്ന് വാരണാസിയിൽ സാരാനാഥ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ന് 8 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന പ്രദേശമാണ് വാരണാസി സാരാനാഥ്. സാരനാഥിലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുദ്ധമത ഡിസ്കോഴ്സോടുകൂടി അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ നാടുവാഴികളും അതിൻ്റെ കീഴിലുള്ള ഒരു കൂട്ടത്തോടെ സംഘം സ്വീകരിക്കപ്പെടുക എന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെല്ലുന്ന ചെറു നാട്ടുരാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരതയിലും ആകൃഷ്ടരായി ബുദ്ധസംഘങ്ങളിൽ കൂട്ടമായി ചേരുകയാണുണ്ട്. അത് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബുദ്ധസംഘങ്ങൾ വളരെയേറെ വികസിച്ചു. ബുദ്ധൻ്റെ വ്യക്തിപരത, അദ്ദേഹത്തിൻ്റെ ആകർഷണതയെക്കുറിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ബ്രാഹ്മൺ ഗൗതമ ബുദ്ധൻ്റെ ആകർഷണതയെക്കുറിച്ച് അന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ വായിക്കുന്ന വരികൾ അംബേദ്കറുടെ ട്രാൻസ്ലേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ നേരത്തെയും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അംബേദ്കറുടെ ട്രാൻസ്ലേഷൻ ആണെന്നോ അംബേദ്കറുടെ വാക്കുകളാണെന്ന് എനിക്ക് ഉറപ്പില്ല. വായിക്കുക. സിദ്ധാർത്ഥ ഗൗതമൻ്റെ വ്യക്തി ആകർഷണീയതയെക്കുറിച്ച് അന്ന് കാലത്ത് ഒരു ബ്രാഹ്മണൻ സിദ്ധാർത്ഥ ഗൗതമനായ ബുദ്ധനെ കുറിച്ച് പറഞ്ഞു വരികയാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. The venerable Gautama is a well-born on both sides. He is handsome, pleasant to look upon, inspiring trust, gifted with great beauty of complexion, fair in color, fine in presence,
stately to behold, virtuous of the virtuous with the virtue of an arhat, gifted with goodness, pleasant voice, polite address, with no passion or lust left in him or any fickleness of mind. He bids all men welcome, is congenial, conciliatory, not supercilious, accessible to all, not backward in conversation. ബുദ്ധനെ കുറിച്ച് ഒരു അന്നത്തെ ബ്രാഹ്മണൻ പറഞ്ഞ വാക്കുകളാണത്. സിദ്ധാർത്ഥ ഗൗതമൻ ഏവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതമാണെന്നതിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ ഞാൻ വായിക്കാം. കൺജീനിയൽ എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരത, ഫിക്കിൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ചാഞ്ചല്യം, മനചാഞ്ചല്യം ഇല്ലായ്മ, നോ ഫിക്കിൾനെസ് ഓഫ് മൈൻഡ്. സൂപ്പർസീലിയസ്, ഈ സൂപ്പർസീലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ധാർഷ്ട്യം, തലക്കനമില്ലായ്മ. ആദ്യം മുതൽ ഒന്നും കൂടെ വായിക്കാം. The venerable Gautama is well born on both sides, is handsome, pleasant to look upon, inspiring trust, gifted with great beauty of complexion, fair in color, fine in presence, slightly to behold, virtuous of the virtue of the arhat, gifted with the goodness and virtue, pleasant voice, polite address, with no passion or left in him, nor any fickleness of mind. ചാഞ്ചല്യങ്ങളില്ലാത്ത, ഫിക്കിൾനെസ് ഇല്ലാത്ത മൈൻഡ്. ഹി ബിഡ്സ് ആൾ മെൻ വെൽക്കം, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു പ്രകൃതം. കൺജീനിയൽ, സൗഹാർദ്ദപരത, കൺസിലിയേറ്ററി, സൂപ്പർസീലിയസ്, നോട്ട് സൂപ്പർസീലിയസ്, ധാർഷ്ട്യം, തലക്കന്നമില്ലായ്മ, ആൻഡ് നോട്ട് ബാക്ക്വേർഡ് ഇൻ കോൺവെർസേഷൻ, ആശയപരതകൾ ചർച്ച ചെയ്യാൻ വെൽക്കം നേച്ചർ. ഇതൊക്കെ ബുദ്ധനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതിന് വേറെയും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ബുദ്ധൻ പ്രശസ്തനായി എന്നറിഞ്ഞു എങ്കിലും ബുദ്ധനെ തിരിച്ച് കപിലവസ്തുവിലേക്ക് കൊണ്ടുവരണമെന്ന് യശോധനൻ ആഗ്രഹപ്രകാരം യശോധനൻ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നിന്ന് അഞ്ചാറ് പേരെ ബുദ്ധന്റെ അടുത്തേക്ക് തിരിച്ചു വിളിക്കാൻ അയച്ചു. എന്നാൽ തിരിച്ചു വന്ന ആറു പേരും സംഘത്തിൽ ചേരുകയും സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ബുദ്ധന്റെ പ്രായക്കാരനായ ബുദ്ധന്റെ കൂടെ വളർന്നിരുന്ന ഒരു വ്യക്തിയെ, ചന്നെന്നോ കനകെന്നോ ആരാന്നറിയില്ല, അദ്ദേഹത്തെയും ബുദ്ധനെ കപിലവസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യശോധരൻ അയക്കുകയുണ്ടായിരുന്നു. എന്നാൽ ബുദ്ധനെ വന്ന് കണ്ട ആ വ്യക്തിയും കനകനാണെന്ന് തോന്നുന്നു, അദ്ദേഹവും സംഘം സ്വീകരിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ അതിനർത്ഥം ബുദ്ധസംഘത്തിന്റെ ആകർഷണീയത എല്ലാവരെയും ആകർഷിച്ചു, വലയത്തിൽ ആകർഷിച്ച് ബുദ്ധസംഘത്തിലേക്ക് കൂട്ടുന്ന ഒരു പ്രകൃതവും ഒരു സിറ്റുവേഷനിലും അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ആശയ സമ്പുഷ്ടത അതിനുണ്ടായിരുന്നു എന്നും കൂടി ഇതിൻ്റെയൊക്കെ അർത്ഥം. അവസാനം എങ്കിലും കപിലവസ്തുവിലേക്ക് അദ്ദേഹം 2 തവണ പോവുകയുണ്ടായി. ആദ്യ തവണ പോയപ്പോൾ അന്നേരത്തേക്ക് ബുദ്ധന്റെ പേര് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിരുന്നു. കപിലവസ്തുവിലെ ജനതതി മുഴുവൻ അദ്ദേഹത്തെ വന്ന് സ്വീകരിച്ചു. എന്നാൽ യശോദ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയില്ല എന്ന് പറയപ്പെടുന്നു. ഹി ഹാസ് ടു കം ടു മീ, എന്നെ വന്ന് കാണണം എന്ന് യശോദ മനസ്സിൽ പറയുകയും യശോദ ആഗ്രഹിക്കുകയും കപിലവസ്തുവിലെ ജനതതി മുഴുവൻ ബുദ്ധനെ കാണാനും കേൾക്കാനും പോയെങ്കിലും യശോദ പോകാതിരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അവസാനം ഗൗതമ ബുദ്ധൻ യശോദയുടെ അന്തപുരത്തേക്ക് പോവുകയും യശോദ ബുദ്ധന്റെ കാൽക്കൽ വീണ് കരഞ്ഞു എന്നും പറയപ്പെടുന്നു. അന്ന് ആ വിസിറ്റിൽ തന്നെ ബുദ്ധന്റെ വളർത്തമ്മയായ ഗൗതമിയും സംഘത്തിൽ ചേർന്നു. ബുദ്ധന്റെ മകൻ രാഹുലും ആ സംഘത്തിൽ ദീക്ഷ സ്വീകരിക്കുകയുണ്ടായി. ഇതാണ് ബുദ്ധിസത്തിന്റെ പ്രചരണത്തിന്റെ ആകർഷണീയതയുടെ ഒരു രീതി. ഒരു ബുദ്ധന്റെ ഒരു എൻടൂറേജ് പോകുമ്പോൾ ഏകദേശം 1000-2000 പേര് ഓരോ സമയത്ത് ഉണ്ടാകുമായിരുന്നു പറയും. ദളിതരും സ്ത്രീകളും എല്ലാവരെയും നീട്ടി സ്വീകരിക്കുന്ന ഒരു വ്യവസ്ഥയായതുകൊണ്ട് പെട്ടെന്നൊരു കാലഘട്ടത്തിൽ തന്നെ സംഘം വളരെ
വളരെ വലുതായി ഉണ്ടായത്. അതുകൊണ്ട് അതിന് ഞാനൊരു വേറൊരു അതുമായി ബന്ധപ്പെട്ട ഒരു കോംപ്ലക്സിറ്റിന്റെ വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ആ ഇങ്ങനെ വളർന്നു വന്ന ബുദ്ധസംഘത്തിന് ഒരുപാട് നിയമാവലികളുടെ ആവശ്യം വന്നു. ബുദ്ധ സംഘങ്ങളുടെ ഈ വളർച്ചയിലേക്ക് അവർക്ക് വന്ന ഇൻസ്ട്രക്ഷനൊക്കെ വിനയ ത്രിപടിക എന്ന പുസ്തകത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ക്രിസ്ത്യാനികൾക്ക് 10 കമാൻഡ്മെന്റ്സ് ആണുള്ളത്. കക്കരുത്, മോഷ്ടിക്കരുത്, റോഡിന്റെ ഇടതുവശം ചേർന്ന് നടക്കുക മുതലായ. എന്നാൽ ബുദ്ധിസ്റ്റ് സംഘത്തിന്റെ ഇൻസ്ട്രക്ഷൻ സ്റ്റീഫൻ ബാച്ചിലർ പറയുന്ന ഏകദേശം 2000 നിർദ്ദേശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വളരെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ, ബുദ്ധ മോങ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അടുത്തവൻ്റെ ഇലയിൽ നോക്കരുത്. നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെന്ന് കയറുകയാണെങ്കിൽ മുണ്ട് മടക്കി കുത്തരുത്. നിങ്ങൾ സ്വർണമോ വെള്ളിയോ ഉപഹാരമായി സ്വീകരിക്കരുത്. നിങ്ങൾക്ക് ആരെങ്കിലും 2 ഉടുപ്പുകൾ ഉപഹാരമായി തരികയാണെങ്കിൽ അതിലൊരു ഉടുപ്പ് വേറൊരു മോങ്കിന് സംഭാവന ചെയ്യേണ്ടതാകുന്നു. നിങ്ങൾ ഒരു സന്യാസിനിയുമായി ഒറ്റപ്പെട്ട സ്ഥലത്ത് കൂടുതൽ നേരം ഇരിക്കരുത്. ഇനി അഥവാ ഇരിക്കാനിടയായാൽ അത് നിങ്ങൾ സംഘത്തിൽ കമ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അസുഖമുണ്ടായാൽ പശുവിൻ മൂത്രം കുടിക്കുക. പശുവിൻ മൂത്രം കുടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കളിയാക്കൊന്നും വേണ്ട. ബുദ്ധന്റെ കാലത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അർഹത്തുകൾ സന്യാസികൾക്ക് അസുഖം ബാധിച്ചാൽ പശുവിൻ മൂത്രം കുടിക്കുക എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയ ശൂദ്രരും സാധാരണക്കാരും സ്ത്രീകളുമായി വൻ സംഘങ്ങൾ ഒരു ചെറിയ കാലത്തിനകത്ത് തന്നെ ബുദ്ധിസത്തിലേക്ക് വന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഞാൻ ഭഗവത്ഗീതയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിരിക്കും. ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് എങ്ങനെ ജീവിക്കണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ആ ഒരു ഉപദേശം വളരെ ശ്രദ്ധാവഹമാണ്. നിങ്ങൾ കണ്ടാമുഖത്തെ പോലെ ജീവിക്കണം. ഖഗ്ഗവിസന സൂത്തയിൽ പറയുന്നത് റൈനസോറിനെ പോലെ കണ്ടാമുഖത്തെ പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഒറ്റപ്പെട്ടുകൊണ്ട്. നിങ്ങൾക്ക് ഒരു ബെഗ്ഗിംഗ് ബൗളും ഒരു പെയർ ഓഫ് ഡ്രസ് എന്നുള്ള വാക്ക് തെറ്റല്ല, ശരിയല്ല, മുഷിഞ്ഞ ഒരു റോബും ഒരു ഭിക്ഷാപാത്രവും മരണത്തെ നിഴലുപോലെയും കൊണ്ടു നടന്ന് ജീവിക്കുക. അതാണ് ഖഗ്ഗവിസന സൂത്ത പറയുന്നത്. മരണത്തെ നിഴലുപോലെ സ്വീകരിച്ചുകൊണ്ട് ഭിക്ഷാപാത്രവും മാത്രമായാണ് ഒരു ബുദ്ധഭിക്ഷു ജീവിക്കേണ്ടത്. പൊസഷൻ നിങ്ങൾ അക്വിസിഷൻ, പൊസഷനുകളും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടു നടക്കരുത് എന്നതാണ് ബുദ്ധിസ്റ്റ് മോങ്കുകളുടെ പ്രധാനമായ ജീവിത രീതികളിൽ ഒന്ന് തന്നെ. ഭഗവത്ഗീതയെക്കുറിച്ച് ബാബാ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ വരിവരിയായി ലിസ്റ്റ് ചെയ്ത് പറയാനാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീതയെക്കുറിച്ച് ബാബാ സാഹിബ് പറഞ്ഞ പ്രധാന ആശയങ്ങളിൽ ഒന്ന്, അതൊരു മതപുസ്തകമല്ല, അതൊരു ഗോസ്പലല്ല, ബൈബിള് പോലെയോ ഖുറാനെ പോലെയോ എന്നും വൈകുന്നേരങ്ങളിൽ റിസൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സുവിശേഷ പുസ്തകമല്ല ഭഗവത്ഗീത. What the Bhagavad Gita does is to defend certain dogmas of religion on philosophical grounds. ഇതാണ് അംബേദ്കർ ഭഗവത്ഗീതയെ കുറിച്ചുള്ള പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്. What the Bhagavad Gita does is to defend certain dogmas of religion on philosophical ground. മതങ്ങളുടെ ചില കാര്യങ്ങളെ ഫിലോസഫി വെച്ച് ന്യായീകരിക്കലാണ് ഭഗവത്ഗീത. അതൊരു ഗോസ്പൽ അല്ല. വൈകുന്നേരങ്ങളിൽ എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര വാർത്തോ ധനഞ്ജയ, നാരായണീയനെ സ്വയം എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ വിഷ്ണുപുരാണം പോലെ അല്ലെങ്കിൽ രാമായണം പോലെ ചൊല്ലേണ്ട പുസ്തകമല്ല ഭഗവത്ഗീത. What the Bhagavad Gita does is to defend certain dogmas of religion on philosophical grounds. Dogmas പറഞ്ഞ പ്രമാണങ്ങൾ, മതത്തിന്റെ പ്രമാണങ്ങളെ ഫിലോസഫി വെച്ച് ന്യായീകരിക്കലാണ് ഭഗവത്ഗീത. അതാണ് ഭഗവത്ഗീതയെ കുറിച്ച് അംബേദ്കർ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്. ഇനി ഭഗവത്ഗീതയെ
കുറിച്ച് അംബേദ്കർ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവത്ഗീതയിൽ പലരും പല കാര്യങ്ങൾ കാണുന്നു. ചിലർ പറയുന്നു അത് ജ്ഞാനമാർഗമാണെന്ന്, ചിലർ പറയുന്നു അത് കർമ്മമാർഗമാണെന്ന്. ശങ്കരൻ പറയുന്നത് ഭഗവത്ഗീത ഒരു ജ്ഞാന മാർഗമാണെന്നാണ്. തിലകൻ പറയുന്നത് അതൊരു കർമ്മമാർഗമാണെന്ന്. ഗാന്ധിയാണെങ്കിൽ അതിൽ അഹിംസ കാണുന്നു. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പലരും വായിക്കുന്നത് എന്നതിനെ കുറിച്ച് ബാബാ സാഹിബിന്റെ ഒരു പ്രധാന ഒബ്സർവേഷൻ ഉണ്ട്. സന്ദർഭവശാൽ പറയട്ടെ, അടുത്ത കാലത്തായി ഭഗവത്ഗീത ഒരു മാനേജ്മെന്റ് ഗുരുക്കന്മാരുടെ പുസ്തകമാണ്. ഭഗവത്ഗീത സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ കോട്ടേഷൻസ് ആണ്. പിന്നെ മോട്ടിവേഷണൽ ടോക്കുകാരും ഭഗവത്ഗീതയെ വെച്ച് സംസാരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഇങ്ങനെ ജ്ഞാനമാർഗം, കർമ്മമാർഗം, അഹിംസയുടെ പുസ്തകം എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പലരും പറയാൻ ഇടവരുന്നത്? അംബേദ്കർ അതിന് പറയുന്ന ഒരു പ്രധാന കാരണം, പീപ്പിൾ ആർ റണ്ണിങ് ഓൺ റോങ് എറൻഡ്സ്. എറൻഡ് എന്ന് പറഞ്ഞാൽ ഓടി നടക്കുക. പ്രധാന കാര്യങ്ങൾക്ക് അപ്പുറത്ത് റോങ് എറൻഡ്സ്, ഓടി നടക്കൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു എന്ന് അംബേദ്കർ പറയുന്നു. അപ്പൊ എന്താണ് കാര്യം? പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കൗണ്ടർ റെവല്യൂഷന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സുവിശേഷമായ പുസ്തകമല്ല. ഫിലോസഫിക് ഡിഫൻസ് ഓഫ് ദ കൗണ്ടർ റെവല്യൂഷൻ ആണ് ഭഗവത്ഗീത. പിന്നെ അംബേദ്കർ പറയുന്ന ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്ന അടുത്ത പ്രധാന പോയിന്റ് കർമ്മമാർഗത്തെക്കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കർമ്മത്തെക്കുറിച്ച്, നമ്മൾ നല്ല ഫലങ്ങൾ ചെയ്യുന്നു, ജീവിതത്തിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഭഗവത്ഗീതയെ കർമ്മമാർഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അംബേദ്കർ പറയുന്ന ഭഗവത്ഗീതയിൽ പറയുന്ന കർമ്മമാർഗം ഇതേ അല്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. അംബേദ്കർ പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്ന കർമ്മ സിദ്ധാന്തം ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസയിൽ പറയുന്ന കർമ്മമാർഗമാണ് എന്നാണ് അംബേദ്കറിന്റെ പ്രധാന ആശയങ്ങളിലൊന്ന്. ഈ പൂർവമീമാംസ, ഉത്തരമീമാംസ എന്ന വാക്കൊക്കെ കേട്ട് നിങ്ങൾ ഒരു ഹാലോ വെച്ച് ചിന്തിക്കൊന്നും വേണ്ട. പൂർവമീമാംസ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: മോക്ഷപ്രാപ്തിക്ക് റിച്വൽസുകളിലൂടെയുള്ള പഠനങ്ങളും പ്രമാണങ്ങളും യാഗം, മന്ത്രം, പല ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രങ്ങളും ഒക്കെ ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്ന, അതിന്റെ രീതികൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. അതാണ് പൂർവമീമാംസ. വ്യാസശിഷ്യനായ ജൈമിനി മഹർഷി ഇതിനെ ഇങ്ങനെ ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്നു. അല്ലാതെ അത് നിങ്ങളൊരു ഹാലോ വെച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഉത്തരമീമാംസ എന്ന് പറഞ്ഞാൽ അതിലെ മെറ്റാഫിസിക്കൽ ഡിസ്കഷൻസ്, ഉപനിഷത്തുകളിലെ മെറ്റാഫിസിക്കൽ ഡിസ്കഷനെ എടുത്തു വെച്ചിരിക്കുന്നു. അത് ഉത്തരമീമാംസ. അപ്പൊ അത് ഇതിനെക്കുറിച്ച് അംബേദ്കർ പറയുന്നത് കേൾക്കുക. മോസ്റ്റ് റൈറ്റേഴ്സ് ഓൺ ദ ഭഗവത്ഗീത translate the word karma yoga as action and the word jnana yoga as knowledge. This is quite wrong. The Bhagavad Gita is not concerned with any general philosophical discussion of action versus knowledge. As a matter of fact, the Gita is concerned with the particular and not with the general. By karma yoga, Gita means the dogmas contained in Jaimini's Karma Kanda, and by jnana yoga, it means the dogmas contained in ബാദരായണാസ് ബ്രഹ്മസൂത്ര. ഇതാണ് കർമ്മമാർഗം. അല്ലാതെ നമ്മൾ കർമ്മമാർഗത്തെ ധരിച്ചു വെച്ചിരിക്കുന്ന കർമ്മം, സത്കർമ്മം മുതലായ അതല്ല ഭഗവത്ഗീതയിൽ പറയുന്ന കർമ്മമാർഗം. അപ്പൊ എങ്ങനെയാണ് ഇതുപോലെയുള്ള അർത്ഥങ്ങൾ വന്നത്? കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മഫലം, സദ്ഗുണങ്ങളായ കർമ്മങ്ങൾ മുതലായ ആശയങ്ങൾ ഭഗവത്ഗീതയിൽ എങ്ങനെ വന്നു? അതിന് അംബേദ്കർ പറയുന്ന ഒരു പ്രധാന പോയിന്റ്. ഇങ്ങനെ ദേശാഭിമാനികളായ തിലകൻ മുതൽ പേർ ഊതിപ്പെരുപ്പിച്ച ഒരു ട്രിക്ക് മാത്രമാണ്. ഈ ട്രിക്ക് എന്നുള്ള വാക്ക് അംബേദ്കറിന്റെ വേർഡാണ്. ദേശാഭിമാനികളായ അംബേദ്കർ മുതലായവർ ഊതിപ്പെരുപ്പിച്ച അർത്ഥങ്ങൾ മാത്രമാണ് കർമ്മമാർഗത്തിന് ഇങ്ങനെയുള്ള അർത്ഥം എന്ന് ബാബാ സാഹിബ് പറയുന്നു. ബുദ്ധൻ കർമ്മമാർഗത്തെ നിഷിദ്ധമായി എതിർത്തിരുന്നു. കാരണം അതിലടങ്ങിയിരിക്കുന്ന അഹിംസയും അതിലടങ്ങിയിരിക്കുന്ന സെൽഫിഷ്നെസ്സും കാരണം ബുദ്ധൻ ഈ പറഞ്ഞ കർമ്മമാർഗത്തെ നിശിതമായ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ വേദങ്ങളെയോ
സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളെയോ ബുദ്ധൻ അംഗീകരിച്ചിട്ടേ ഇല്ല. ബാബാ സാഹിബ് ഗീതയെക്കുറിച്ച് പറയുന്ന വേറൊരു പ്രധാന പോയിന്റ്, ദ സോൾ ഓഫ് ഭഗവത് ഗീത സീംസ് ടു ബി ദ ഡിഫൻസ് ഓഫ് ചാതുർവർണം ആൻഡ് സെക്യൂറിംഗ് ദ ഒബ്സർവൻസ് ഇൻ പ്രാക്ടീസ്. ചാതുർവർണത്തെ സെക്യൂർ ചെയ്യാനും അതിൻ്റെ ഒബ്സർവൻസ് നിലനിർത്താനുമായി ഉള്ള എഴുതിയ പുസ്തകമാണ് ഭഗവത്ഗീത എന്നതാണ് അംബേദ്കറിന്റെ അടുത്ത പ്രധാന പോയിന്റ്. The soul of Bhagavad Gita seems to be the defense of Chaturvarnam and securing its observance in practice. ഫിലോസഫിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വേദങ്ങളുടെ അപ്രമാദിത്യങ്ങൾ ചാരി നിന്നുകൊണ്ട് ചാതുർവർണ്ണത്തെ സമർത്ഥിക്കുക. ഓരോ പുസ്തകത്തിനും അതിൻ്റെതായ ഒരു സോളുണ്ട്. ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിന് അതിൻ്റെതായ ഒരു സോളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ MT വാസുദേവന്റെ പുസ്തകം എടുത്ത് നോക്കിയോളൂ, അതിന് അതിൻ്റെതായ ഒരു സോളുണ്ട്. The soul of Bhagavad Gita seems to be the defense of Chaturvarnam. അതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യരെ ഇങ്ങനെ 4 മാത്രം തരംതിരിക്കുക. ഈ 750 കോടി വരുന്ന ജനതയെ മുഴുവൻ 4 തരംതിരിച്ച് നിൽക്കും. ഈ മനുഷ്യന്റെ രീതി സത്വം രജം തമോ ഗുണമാണ്, അതിനെ 4 തിരിച്ചു എന്നുള്ളത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലാതെ തന്നെ ഈ ലോകത്തെ മനുഷ്യരാശിയെ മുഴുവൻ 750 കോടി മനുഷ്യരെ മുഴുവൻ 4 തരംതിരിച്ച് നിൽക്കുന്ന കാര്യമാണ്. ഈ ലോകത്തെ മനുഷ്യർക്ക് ഒരു വ്യക്തിയുടെ 4 പുത്രന്മാർക്ക് തന്നെ പലതരം ക്യാരക്ടറായിരിക്കും. അതുകൊണ്ട് ബ്രാഹ്മണന്റെ ജനിച്ച 4 പുത്രന്മാരും ഒരേ ബ്രാഹ്മണ ഗുണമുള്ളവരായിരിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? ഏത് മന്ത്രദൃഷ്ടാക്കൾ പറഞ്ഞതായാലും ഇത് ഒരു ചില ബേസിക് വസ്തുതകൾ നിരക്കുന്നതല്ലെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക? എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ മുത്തശ്ശി കൃഷ്ണ കൃഷ്ണ രാമ രാമ എന്നൊക്കെ പറയുന്നു. കൃഷ്ണ കൃഷ്ണ രാമ രാമ എന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പാടത്ത് പോയി കൊയ്ത് കറ്റയെടുത്ത് നമ്പൂരിയുടെ വീട്ടിൽ കൊണ്ടിട്ടാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോലി ഇതാണ് എന്ന് പറയുന്നതിൻ്റെ നൈതികത എന്താണ്? ഇത് തെറ്റാണെന്ന് പറയാൻ ഒരു ജ്ഞാനദൃഷ്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഏത് മന്ത്രദൃഷ്ടാവ് പറഞ്ഞാലും ഏത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ പുസ്തകമാണെങ്കിലും ഇത് അനീതിയാണ്, ഇത് തെറ്റാണ്, ഈ പ്രസ്താവന ശരിയല്ല എന്ന് പറയാൻ ഒരു ജ്ഞാനദൃഷ്ടിന്റെ ആവശ്യമൊന്നുമില്ല. അത് കൃഷ്ണൻ പറഞ്ഞാലും കൊള്ളാം, ഭഗവത്ഗീത പറഞ്ഞാലും കൊള്ളാം. അങ്ങനെയുള്ള ക്ഷത്രിയനെ കൊല്ലാം, എടാ ശൂദ്ര നിന്റെ ജോലി മറ്റുള്ളവരെ സേവിക്കലാണ് എന്നൊക്കെ ഒരു മന്ത്രദൃഷ്ടാവ് പറഞ്ഞാലും അതിൻ്റെ പുറകിൽ ഡിവിനിറ്റിയുടെ അംശമില്ല. അതിൻ്റെ പുറകിൽ അത് ഒരു പക്ഷേ ക്രൂക്കനെസ് പ്രവർത്തിച്ചിട്ടില്ലേ? മാത്രമല്ല കഴിഞ്ഞ 3000 വർഷമായി ഒരു മന്ത്രദൃഷ്ടാവിനും ഇത് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു മന്ത്രദൃഷ്ടി എന്തുകൊണ്ടാണ് വരാതിരുന്നത്? 3000 വർഷമായി അംബേദ്കറോ അല്ലെങ്കിൽ പെരിയാറോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ജ്ഞാനേശ്വരോ ഒക്കെ വരുന്നത് വരെ ഒരു മന്ത്രദൃഷ്ടാവിനും ഈ പറയുന്നതിലെ നൈതികതയില്ലായ്മയും ഈ പറയുന്നതിലെ ഒളിഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയും ഒരു മന്ത്രദൃഷ്ടാവിനും കാണാതിരുന്നത് എന്തുകൊണ്ടാണ്? ബാബാ സാഹിബ് പറയുന്ന വേറൊരാശയം അനാസക്തി യോഗത്തെക്കുറിച്ചാണ്. വാർ ആൻഡ് കില്ലിംഗ് നീഡ് therefore no remorse. യുദ്ധവും കൊലപാതകങ്ങളും സെൽഫിഷ്നെസ്സിനും മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഒരു റിമോഴ്സ് ഉണ്ട്, ഒരു പശ്ചാത്താപമുണ്ട്. ആ പശ്ചാത്താപത്തെ റിമൂവ് ചെയ്യുക എന്ന ആശയത്തിന് വേണ്ടിയാണ് അനാസക്തി യോഗം എന്ന ആശയം ഭഗവത്ഗീതയിൽ നിലനിൽക്കുന്നത് എന്ന് അംബേദ്കർ പറയുന്നു. കർമ്മമാർഗത്തിൽ വരുന്ന സ്വാർത്ഥതയെ അനാസക്തി എന്ന് പറയുന്ന ന്യായീകരിക്കുന്ന ഒരാശയം, അതാണ് അനാസക്തി യോഗം ആണ് അംബേദ്കർ പറയുന്ന ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്ന വേറൊരു പ്രധാന പോയിന്റ്. കില്ലിംഗ് ഈസ് നോട്ട് കില്ലിംഗ് ബിക്കോസ് വാട്ട് ഈസ് കിൽഡ് ഈസ് എ ബോഡി. ക്ഷത്രിയ ക്യാൻ കിൽ വിത്തൗട്ട് സിന്നിങ്. ഈ ലോകത്ത് അംബേദ്കറുടെ വാക്ക് ഒരിക്കലൂടെ വായിക്കാം. അംബേദ്കറുടെ ഈ അനാസക്തി യോഗത്തെക്കുറിച്ച്, കില്ലിങ്ങിനുള്ള അവകാശത്തെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞ വേറൊരു പാരഗ്രാഫ് വായിക്കാം. The philosophic defense of the counter-revolutionary doctrine offered by the Bhagavad Gita that killing is no killing because what is killed is the body and not the soul is an unheard of defense of murder. ശരീരത്തെ മാത്രമേ കൊന്നുള്ളൂ, ആത്മാവിനെ കൊന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട്
എല്ലാവരും എല്ലാ പ്രസംഗവേദികളിലും അംബേദ്കർ പറഞ്ഞ ഈ ആശയം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഇഫ് കൃഷ്ണ വാസ് എ ലോയർ ടു അപ്പിയർ ഫോർ എ ക്ലയന്റ് who is being tried for murder, there is no slightest doubt that Krishna would be sent to lunatic asylum. അതായത് അർജുനൻ എന്ന കൊല നടത്തിയ വ്യക്തിയെ മോഡേൺ കോർട്ടിന് മുമ്പിൽ കൊണ്ടുവരികയും കൃഷ്ണൻ എന്ന ലോയർ അർജുനന് വേണ്ടി വാദിക്കുകയും, അതായത് അർജുനൻ കൊന്നിട്ടില്ല, ശരീരത്തെ മാത്രമേ കൊന്നിട്ടുള്ളൂ, ആത്മാവ് മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ എന്ന ലോയർ മോഡേൺ കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ കൃഷ്ണ വിൽ ബി സെന്റ് ടു ലുനാറ്റിക് അസൈലം എന്ന് അംബേദ്കർ പറയുന്ന കാര്യം നിങ്ങൾ പല വേദിയിൽ കേട്ടിരിക്കും. അംബേദ്കർ ഭഗവത്ഗീതയിൽ പറയുന്ന വേറൊരു ആശയം, പീപ്പിൾ ഹു അക്സെപ്റ്റഡ് ദാറ്റ് ആൾ മിസറി ഇൻ സൊസൈറ്റി ഈസ് ഡ്യൂ ടു തൻഹ, അക്യൂസിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ്. തൻഹ, ഈ ലോകത്തിന്റെ മിസറി തൻഹയിലൂടെ അക്യൂസിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റിൽ, അംബേദ്കറുടെ വാക്കാണ് അക്യൂസിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ്, എല്ലാം കൂടെയാണ്, ഡിസയറിൽ കൂടെ അക്യൂസിറ്റീവ് ആണ് മനുഷ്യർക്ക് പല ദുഃഖങ്ങൾക്കും പല ദുഃഖങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് അടിയുറച്ച എന്ന പരന്ന ആശയത്തെ വേദങ്ങളുടെ മന്ത്രങ്ങളും സാക്രിഫൈസുകളും പ്രാർത്ഥനകളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും ബൂൺസിലൂടെയും വരങ്ങളിലൂടെയും മാറ്റിയെടുക്കാമെന്ന ആശയം കൗണ്ടർ റവല്യൂഷൻ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശയം വന്നില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു ആശയത്തിന് വിജയപ്രാപ്തി ഇല്ലായിരുന്നെങ്കിൽ കൗണ്ടർ റവല്യൂഷൻ ഓൺ ഇറ്റ്സ് ഓൺ മൈറ്റ് ഹാവ് ഫെയിൽഡ് എന്ന് അംബേദ്കർ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് ഞങ്ങളുടെ ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ 2000 വർഷം 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണല്ലോ. ബുദ്ധൻ ജനിച്ചത് 563 BC മാത്രമാണ്. അപ്പൊ ബുദ്ധിസ്റ്റ് ആശയങ്ങൾ എങ്ങനെ ഭഗവത്ഗീതയിൽ വരും എന്ന ഒരു ആർഗ്യുമെന്റ് വരാൻ സാധ്യതയുണ്ട്. അംബേദ്കറുടെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ആശയത്തിനും പഴുതില്ലാതെ ആർഗ്യൂ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് അംബേദ്കർ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. All Hindu scholars, every one of them, is most reluctant to admit that the Bhagavad Gita is anyway influenced by Buddhism, and ever ready to deny that the Gita has borrowed anything from Buddhism. All Hindu scholars, every one of them, ബുദ്ധിസത്തിൽ നിന്ന് എന്തെങ്കിലും ഭഗവത്ഗീത കടം കൊണ്ടിട്ടുണ്ടെന്ന് പറയാൻ they are ever ready to deny that one. It is the attitude of the രാധാകൃഷ്ണൻ and also Tilak. ഇവിടെ രാധാകൃഷ്ണന്റെ തിലകിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത്. Where there is similarity in thought between the Bhagavad Gita and Buddhism, too close to be denied, the argument is that it is borrowed from the Upanishad. ഭഗവത്ഗീതയിൽ നിന്ന് ബുദ്ധിസത്തിന്റെ ആശയങ്ങൾ വല്ലതും വളരെ ക്ലോസ് ആയിട്ട് ഡിനൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടെങ്കിൽ ഉടനെ അത് ഉപനിഷത്തിനടുത്താണെന്നാണ് ഇവരൊക്കെ ആർഗ്യ ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ നിശിതമായി അതിനെക്കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് ടിപ്പിക്കൽ ഓഫ് ദ മീൻ മെന്റാലിറ്റി ഓഫ് ദ കൗണ്ടർ റവല്യൂഷണറീസ് നോട്ട് ടു അലൗ എനി ക്രെഡിറ്റ് ടു ബുദ്ധിസം ഓൺ എനി അക്കൗണ്ട്. ഇറ്റ് ഈസ് ടിപ്പിക്കൽ ഓഫ് ദ മീൻ മെന്റാലിറ്റി ഓഫ് ദ കൗണ്ടർ റവല്യൂഷണറീസ്. അത് ഇന്ന് വരെയുള്ള കൗണ്ടർ റവല്യൂഷണറി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. നോട്ട് ടു അലൗ എനി ക്രെഡിറ്റ് ടു ബുദ്ധിസം ഓൺ എനി അക്കൗണ്ട്. എന്നിട്ട് വേറെയും ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. ഭഗവത്ഗീത ബുദ്ധിസത്തിൽ നിന്ന് ഭഗവത്ഗീതയിലേക്ക് ബോറോ ചെയ്യപ്പെട്ട വേറെയും ചില ഉദാഹരണങ്ങൾ ഭഗവത്ഗീത പറയുന്നു. അതിലൊന്നാണ് നിർവാണം എന്ന ശബ്ദം. ദ ഭഗവത്ഗീത ഡിസ്കസ് ബ്രഹ്മ നിർവാണ, ആൻഡ് ദ നിർവാണ ശബ്ദ ഈസ് നോട്ട് എനിവേർ ഇൻ ഉപനിഷത്ത്. എന്നിട്ട് അദ്ദേഹം അതേപോലെ ബുദ്ധിസത്തിന്റെ എറ്റിമോളജികൾ ഭഗവത്ഗീതയെ ആശ്രയിച്ചതിനെ കുറിച്ച് വേറെയും കുറെ വാക്കുകൾ പറയുന്നു. ശ്രദ്ധ, സ്മൃതി, പ്രജ്ഞ, ഇതൊക്കെ ബുദ്ധിസ്റ്റ് എറ്റിമോളജിയിൽ ആശയാടിത്തറകളാണ്. പ്രീ ബുദ്ധിസ്റ്റ് ഉപനിഷത്തുകളിലൊന്നും വരാത്ത ആശയങ്ങളാണെന്ന് പറയുന്നു. From where does Gita borrowed this nirvana theory? Surely it is not borrowed from Upanishad. ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ ഈ ആശയത്തെക്കുറിച്ച് വേറൊരു പോയിന്റ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ബാബാ സാഹിബ് ഈ ആശയം പറഞ്ഞത് 1900 ഈ ആശയം ഭഗവത്ഗീത
കുറിച്ചുള്ള ഈ ആശയം അംബേദ്കർ എഴുതിയത് 1950-കളിലാണ്. ഓക്കെ, ഇത് 1971 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. കാശിനാഥ് ഉപാധ്യായയുടെ ഏർലി ബുദ്ധിസം ആൻഡ് ദ ഭഗവത്ഗീത എന്ന പുസ്തകം 1971 പ്രസിദ്ധീകരിച്ച ചർച്ച ചെയ്യപ്പെട്ട പുസ്തകത്താണ്. അംബേദ്കറിന്റെ ആശയങ്ങളെ സാധൂകരിക്കുന്ന ആശയങ്ങൾ ഈ പുസ്തകത്തിലും അദ്ദേഹം കാശിനാഥ് ഉപാധ്യായ പറയുന്നു. രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ വായിക്കാം. അതായത് അംബേദ്കറിന്റെ ആശയം കാശിനാഥ് ഉപാധ്യായയും സമർത്ഥിക്കുന്ന പോയിന്റാണ് ഞാൻ വായിക്കുന്നത്. The term nirvana seems to have been used for the first time in the strictest technical term in Bhagavad Gita, Buddhism. ബുദ്ധിസത്തിലാണ് ഈ പദം ആദ്യമായി ഉപയോഗപ്പെട്ടിരിക്കുന്നത്. In the whole of the pre-Buddhist Upanishads, it is nowhere found. So, to ignore its occurrence in the Bhagavad Gita, as has been done by most of the scholars, in which it is used as many as 5 times, does not seem to be justified. ഈ മോസ്റ്റ് ഓഫ് ദ സ്കോളേഴ്സ് ഭഗവത്ഗീതയിൽ നിന്നാണ്, ബുദ്ധിസത്തിൽ നിന്നാണ് ഇത് വന്നത് എന്ന് ഡിനൈ ചെയ്യുന്നത് കനോട്ട് ബി ജസ്റ്റിഫൈഡ് എന്ന് കാശിനാഥ് ഉപാധ്യായും കൂടി പറയുന്നു. മാത്രമല്ല കാശിനാഥ് ഉപാധ്യായ ഇതിനെക്കുറിച്ച് ബുദ്ധിസ്റ്റ് എറ്റിമോളജികൾ ഭഗവത്ഗീതയിലേക്ക് വന്നതിന്റെ വേറെയും പല ഉദാഹരണങ്ങൾ കാശിനാഥ് ഉപാധ്യായും പറയുന്നു. അദ്ദേഹം പറയുന്നു, നിർമ്മമ, അനികേത, നിരാശ്രയ, നൈഷ്കർമ്മ്യ, സമദുഃഖ, തുല്യ മനപാമന. ഈ എറ്റിമോളജിക്കൽ വാക്കുകളൊന്നും അതിന്റെ അദ്ദേഹം ഈ വാക്കുകളുടെ ഭഗവത്ഗീതയിൽ എവിടെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് നിർമ്മമ 2:71, അനികേത 12:19, നിരാശ്രയ 4:20, നൈഷ്കർമ്മ്യ 3:4, തുല്യ മനപാമന 14:25. ഇതൊക്കെ ബുദ്ധിസ്റ്റ് എറ്റിമോളജികളും ബുദ്ധിസ്റ്റ് മെറ്റാഫിസിക്കൽ ആശയങ്ങളുമാണ്. ഇതൊന്നും പ്രീ ഉപനിഷത്ത് പീരീഡിലുള്ളവയേ അല്ല. ആർ എക്സാക്ട്ലി ദ സെയിം എന്ന് മാത്രമല്ല കാശിനാഥ് ഉപാധ്യായ പറഞ്ഞു, ആർ എക്സാക്ട്ലി സെയിം ആസ് ദെയർ കറസ്പോണ്ടിങ് പാലി വേർഡ്സ് ഓഫ് നിക്കായാസ്. നിക്കായയിലുള്ള പാലി വേർഡ്സിന്റെ എക്സാക്ട്ലി സെയിം ആണ് ഇവ. നൺ ഓഫ് ദീസ് വേർഡ്സ് ഈസ് ട്രേസബിൾ ഇൻ പ്രീ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ്. ഈ വാക്കുകളൊന്നും പ്രീ ബുദ്ധിസ്റ്റ് ഉപനിഷത്തുകളില്ല എന്ന് അംബേദ്കർ പറഞ്ഞ അതേ ആശയത്തെ വേറൊരു പണ്ഡിതൻ പറയുന്നതാണ് ഞാനിപ്പോൾ കൂട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഭഗവത്ഗീതയിൽ നിർവാണം എന്ന ശബ്ദം 5 തവണ ഉപയോഗിക്കപ്പെടുന്നു. 2:72 പറയുന്നു, ബ്രഹ്മനിർവാണം ഋച്ഛതി, പ്രാപിക്കുന്നു, ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. 5:24 പറയുന്നു, ബ്രഹ്മനിർവാണം അധിഗച്ഛതി, ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. 5:25 പറയുന്നു, ലഭന്തേ ബ്രഹ്മനിർവാണം, ബ്രഹ്മനിർവാണം നേടുന്നു. 5:26 പറയുന്നു, അഭിതോ ബ്രഹ്മനിർവാണം. 6:15 പറയുന്നു, ശാന്തിം നിർവാണം പരമാം അധിഗച്ഛതി. അങ്ങനെ ഈ നിർവാണ ശബ്ദം പലതവണ ഭഗവത്ഗീതയിൽ ബുദ്ധിസത്തിൽ നിന്ന് വന്നു എന്ന് അംബേദ്കർ പറയുന്നത് കാശിനാഥ് ഉപാധ്യായ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ബാബാ സാഹിബിന്റെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു നിരീക്ഷണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അംബേദ്കർ പറയുന്നു, ദ ഒറിജിനൽ ഗീത വാസ്, അംബേദ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കാണുന്ന ഈ ഭഗവത്ഗീതയിൽ 3 പാച്ചുകൾ ആഡ് ചെയ്തെന്ന് പറയുന്നത്. അംബേദ്കർ ഉപയോഗിച്ച വാക്കായതുകൊണ്ടാണ് ഞാൻ പാച്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്ന് കാണുന്ന നമ്മൾ 700 ശ്ലോകങ്ങളായി കാണുന്ന ഭഗവത്ഗീതയിൽ 3 പ്രധാന പാച്ചുകൾ ഉണ്ടായി എന്ന് അംബേദ്കർ പറയുന്നു. അതായത് മഹാഭാരതം പോലും 3500 വർഷം മുമ്പിലത്തെ മഹാഭാരതം അല്ലെങ്കിൽ 2000 വർഷം മുമ്പിലത്തെ മഹാഭാരതം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയണമല്ലോ, ഒറിജിനലി അത് ജയ ആയിരുന്നു, പിന്നെ അത് ഭാരതമായി, പിന്നെ അത് മഹാഭാരതമായി. അതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുന്നതല്ല, ഭഗവത്ഗീതയിൽ 3 പാച്ചുകൾ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണെന്ന് തിരിച്ചറിയാമെന്ന് അംബേദ്കർ പറയുന്നു. ഒറിജിനലി ഇത് എങ്ങനെയായിരുന്നു? അംബേദ്കറുടെ വാക്ക് കേൾക്കുക. The original Gita was nothing more than a heroic tale told or a ballad recited by the bards of how Arjuna was not prepared to fight and
how Krishna forced him to engage in the battle. It might have been a romantic story, but there was nothing religious or philosophical in it. ഒറിജിനലായി ഭഗവത്ഗീതയിൽ ഒരു അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു നിലനിൽക്കുകയും ഹീറോവായ കൃഷ്ണൻ ഹീറോവായ കൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യാൻ തയ്യാറാക്കി കൊണ്ടുവന്നതിനെയും കുറിച്ച് അന്നത്തെ പാണന്മാര് പാടി നടന്നതാണ് ഒറിജിനലായിരുന്ന റൂട്ട് ഭഗവത്ഗീതയുടെ അവസ്ഥ എന്ന് അംബേദ്കർ പറയുന്നു. The original Gita was nothing more than a heroic tale or a ballad recited by the bards. ഇതാണ് അംബേദ്കർ പറയുന്നത്. അതിൽ 3 പാച്ചുകൾ അടയപ്പെട്ടു. ഒന്നാമത്തെ പാച്ച് എന്താണ്? അംബേദ്കർ പറയുന്ന ഒന്നാമത്തെ പാച്ച് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അംബേദ്കറുടെ വാക്കായതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ച് എന്റെ വാക്ക് ഉപയോഗിച്ചത് തെറ്റിപ്പോരുത് പറഞ്ഞുകൊണ്ട് അതേ വാക്ക് ഉപയോഗിക്കണം. ആദ്യത്തെ പാച്ചിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ ശ്രീകൃഷ്ണന് ഹീറോ ആയിരുന്ന ശ്രീകൃഷ്ണൻ ഈശ്വരന്റെ ലെവലിലേക്ക് ഉയർത്തപ്പെട്ടു. ശ്രീകൃഷ്ണ വാസ് റേസ്ഡ് ടു ദ ലെവൽ ഓഫ് ആൻ ഈശ്വരൻ. അതാണ് ആദ്യത്തെ പാച്ചിൽ സംഭവിച്ചത്. പിന്നത്തെ പാച്ചിൽ എന്താ സംഭവിച്ചത്? കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടാമത്തെ പാച്ചിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പാർട്ട് ഓഫ് ദ പാച്ചില് സാങ്ക്യ ഫിലോസഫിയും വേദാന്ത ഫിലോസഫിയും ഇതിനകത്ത് അർജുനന്റെ വായിൽ വെച്ചു കൊടുത്തു. അർജുനന്റെ ആദ്യ ഭാഗങ്ങളിലെ ചോദ്യങ്ങളൊന്നും ഫിലോസഫിക്കൽ ചോദ്യങ്ങളായിരുന്നില്ല. സ്വാഭാവികമായ അംബേദ്കർ ഉപയോഗിച്ച വാക്ക് പറയാം, മുണ്ടെയിൻ പ്രോബ്ലംസ് ഓഫ് വാർ ആയിരുന്നു അർജുനൻ പറഞ്ഞത്. അതില് സാഖ്യക്കാരന്റെയും വേദാന്തികളുടെയും വാക്കുകൾ അർജുനന്റെ വായിൽ വെച്ചു കൊടുത്ത് കൃഷ്ണൻ അതിന് ഉത്തരം പറയുന്നതാണ് രണ്ടാമത്തെ പേജായി അംബേദ്കർ കാണുന്നത്. മൂന്നാമത്തെ പേജ് ഇന്ന് കാണുന്ന നമ്മളുടെ മുൻപിലുള്ള ഭഗവത്ഗീത എന്ന് കാണുന്നതിലെ മൂന്നാമത്തെ പേജ് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈശ്വരനായിരുന്ന ശ്രീകൃഷ്ണനെ പരമേശ്വരനായി ഉയർത്തപ്പെട്ടു. അതായത് സർവ്വദൈവങ്ങളുടെയും ഈശ്വരൻ, എല്ലാ ഈശ്വരന്മാരിലും വലിയ ഈശ്വരൻ പരമേശ്വരനായി ഉയർത്തപ്പെട്ടു. ഇത് സംഭവിച്ചത് ഗുപ്ത കിങ്സിന്റെ കാലത്താണ്. ഗുപ്താസ് 400 AD മറ്റോ ഭരിച്ചിരുന്ന, അതിന്റെ പരിസരത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഗുപ്ത കിങ്സ് അവര് കൃഷ്ണന്റെയും വസുദേവന്റെയും ഭക്തന്മാരായിരുന്നു. അവരുടെ കുടുംബ ഡയറ്റി കൃഷ്ണ വസുദേവനായിരുന്നു. ആ കാലത്താണ് മൂന്നാമത്തെ പാച്ച് ആഡ് ചെയ്യപ്പെടുകയും ഈശ്വരനായിരുന്ന കൃഷ്ണൻ പരമേശ്വരനായി ഉയർത്തപ്പെടുകയും ചെയ്തത്. ഇത് സംഭവിച്ച ഏകദേശം 464 AD അംബേദ്കർ പറയുന്നു. ഞാൻ ഇത്ര നേരം പറഞ്ഞതിന് ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ബാബാ സാഹിബ് ഭഗവത്ഗീതയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കാഴ്ചകൾ പറഞ്ഞത് ഞാൻ വരിവരിയായിട്ട് ഇത്ര നേരം ഞാൻ പറഞ്ഞതിന് ഒന്ന് ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ: 1, കൗണ്ടർ റെവല്യൂഷനായി എഴുതപ്പെട്ട പുസ്തകമാണ് ഭഗവത്ഗീത. 2, അതൊരു സുവിശേഷൻ ഗോസ്പൽ അല്ല. 3, what the Bhagavad Gita does is to defend certain dogmas of religion on philosophical grounds. മതങ്ങളിലെ ചില കാര്യങ്ങളെ ഫിലോസഫി വെച്ച് ഡിഫെൻഡ് ചെയ്യുകയാണ് ഭഗവത്ഗീത. മൂന്നാമത്തെ പോയിന്റ്. 4, കർമ്മമാർഗം ഇന്ന് നമ്മൾ കാണുന്ന കർമ്മമാർഗമല്ല, അത് ജൈമിനിയുടെ യാഗം, മന്ത്രം, ദൈവങ്ങളെ പ്രൊപ്പീഷിയേറ്റ് ചെയ്യുക മുതലായ കർമ്മമാർഗമാണ്. സെൽഫിഷ്നെസ് ഇൻവോൾവ് ചെയ്യപ്പെട്ട ഹിംസ നിലനിൽക്കുന്ന കർമ്മമാർഗമാണ്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന കർമ്മമാർഗം, അല്ലാതെ നമ്മൾ ധരിച്ച കർമ്മമാർഗമല്ല. 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ്, ദ സോൾ ഓഫ് ദ ഭഗവത്ഗീത സീംസ് ടു ബി ദ ഡിഫൻസ് ഓഫ് ചാതുർവർണ്ണം. ചാതുർവർണ്ണത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. സോൾ ഓഫ് ഭഗവത്ഗീത സീംസ് ടു ബി ദ ഡിഫൻസ് ഓഫ് ചാതുർവർണ്ണം ആൻഡ് സെക്യൂറിംഗ് ഇറ്റ്സ് ഒബ്സർവൻസ് ഇൻ പ്രാക്ടീസ്. അതാണ് 5ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഇത്ര നേരം പറഞ്ഞത്. 6ാമത്തെ പോയിന്റ്, അനാസക്തി എന്നൊരാശയം കൊണ്ടുവന്നുകൊണ്ട് വ്യക്തിയിലുണ്ടായ റിമോഴ്സ്, പശ്ചാത്താപം റിമൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സെൽഫിഷ്നെസ്, ഹിംസ, ഇതൊക്കെ മനുഷ്യ മനസ്സിലാക്കുണ്ടാക്കുന്ന പശ്ചാത്താപങ്ങളെ ഇല്ലാതാക്കാനാണ് ഇത് കൊണ്ടുവരിക്കുന്നത്. 6. 7, ബുദ്ധിസത്തിൽ നിന്ന് ഭഗവത്ഗീത പല കാര്യങ്ങളും കടമെടുത്തിട്ടുണ്ട്. 7ാമത്തെ പോയിന്റ് ആണ് ഇത്ര നേരം ഞാൻ പറഞ്ഞതിൽ 7ാമത്തെ പോയിന്റ്. 8ാമത്തെ പോയിന്റ്, നിർവ്വാണം എന്ന പദം പ്രീ ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അത് ഭഗവത്ഗീതയിൽ ഇതൊക്കെ ബുദ്ധിസത്തിന്റെ ഇൻഫ്ലുവൻസിലാൽ കോപ്പി ചെയ്യപ്പെട്ടതാണ്. നിർവ്വാണം, സെൽഫിഷ്നെസ് ഇല്ലായ്മ, സെൽഫ് റെസ്ട്രെയിൻ, ഡിസയർ ഇല്ലായ്മ മുതലായ ആശയങ്ങളൊന്നും പ്രീ ബുദ്ധിസ്റ്റ്
കാലഘട്ടത്തിൽ പരിചിതമായ രീതികളായിരുന്നില്ല. 8. 9. ഇന്ന് കാണുന്ന ഭഗവത്ഗീത 3 പേച്ചുകളായി ആഡ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മുടെ മുമ്പിൽ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇത്ര നേരം അംബേദ്കർ ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപം. ഇനി ഞാൻ ഒരു വാചകം കൂടി കോട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. ഭഗവത്ഗീത പിന്നെ അംബേദ്കർ ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഹിന്ദു മതത്തിലുള്ള വിരോധമുണ്ടോ, അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടോ, ഹിന്ദുയിസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് കൊണ്ടോ ആണെന്നെങ്കിൽ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഭഗവത്ഗീതയെ കുറിച്ച് DD കോസാംബി എന്ന സാരസ്വത ബ്രാഹ്മണൻ പറഞ്ഞത് കൊണ്ട് വാചകം കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. DD കോസാംബി എന്ന സാരസ്വത ബ്രാഹ്മണൻ ഭഗവത്ഗീതയെ പറഞ്ഞത് കേട്ടോളൂ. ഗീത is a text of slippery opportunism whose utility derives from its peculiar fundamental defect, namely dexterity in seeming to reconcile the unreconcilable. പൊരുത്തപ്പെടാത്ത കാര്യങ്ങളെ പൊരുത്തുന്നതിനുള്ള സാമർത്ഥ്യം, ക്ലവർനെസ് ഉപയോഗിച്ച ഫണ്ടമെന്റൽ ഡിഫക്റ്റ് ഉള്ള ഒരു സ്ലിപ്പറി ഓപ്പർച്യൂണിസ്റ്റ് ബുക്കാണ് ഭഗവത്ഗീത. എന്റെ ട്രാൻസ്ലേഷൻ ഏകദേശം ശരിയാണെന്ന് വിചാരിക്കുന്നു. എന്റെ ട്രാൻസ്ലേഷനെക്കാളും ആ വാചകം ഒരിക്കൽ കൂടെ വാങ്ങിക്കുകയാണ്. അത് ഭംഗിയുള്ള സെന്റൻസ് ആയതുകൊണ്ട് ഞാൻ എന്റെ ട്രാൻസ്ലേഷനെക്കാളും പറയാം. റിക്കൺസിൽ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക, ഡെക്സ്റ്റിരിറ്റി പറഞ്ഞാൽ ഒരു സാമർത്ഥ്യം, ഒരു ക്ലവർനെസ്, ഒരു ഓപ്പർച്യൂണിറ്റിസം പറഞ്ഞാൽ അവസരവാദം. ഒരിക്കൽ കൂടെ വായിക്കാം. ഗീത ഈസ് എ ടെക്സ്റ്റ് ഓഫ് സ്ലിപ്പറി ഓപ്പർച്യൂണിസം whose utility derives from its peculiar fundamental defect, namely dexterity in seeming to reconcile the unreconcilable. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ടോക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും